ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ മീനിലും പരീക്ഷിക്കാവുന്ന റെസിപ്പിയാണ്. ഞാൻ മുന്നേ ഒരു ദിവസം കാസർഗോഡ് പോയപ്പോൾ അവിടുത്തെ നാടൻ ഭക്ഷണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മത്തി ഫ്രൈ എനിക്ക് കിട്ടി. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ മീനിൻ്റെ മുട്ട ഉണ്ടല്ലോ, പഞ്ഞീനെന്ന് ഇവിടെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പഞ്ഞീന് മീനിൻ്റെ മുകളിൽ പുരട്ടിയിട്ട് പൊരിച്ച മീൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെയാണ് അതിൻ്റെ റെസിപ്പി അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇത് എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ അതാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചൂടോട് കൂടെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിന് പകരം നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടും എടുക്കാം, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണ് നമുക്ക് മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു മീൻ ഫ്രൈക്ക് ചെറുതായിട്ടൊരു പുളിയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളി പിഴിഞ്ഞ വെള്ളം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുളി പിഴിഞ്ഞ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി ചേർക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. കറക്റ്റ് പരുവമാകുമ്പോൾ വെള്ളം ഒഴിക്കലും നിർത്തുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഓരോ മീനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയല മീനാണ് കേട്ടോ. മത്തിയിലും ഒക്കെ ചെയ്തെടുക്കാം, കഷ്ണമീനിലായാലും ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് നമുക്കിത് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 30 മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ, എന്നാലേ ആ ഒരു മസാലയൊക്കെ ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് 30 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള എല്ലാ മീനും ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. 30 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മാരിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സംഭവം ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റവയാണ്. റവയിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അത് പുറമേക്ക് ഒരു ചെറിയൊരു ഉപ്പ് രസവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാൻ സമയത്ത് മാത്രം ഇതിലേക്ക് ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മീനിൻ്റെ ആ ഒരു വാൽഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കയ്യിലൊന്നും വല്ലാണ്ട് ആ ഒരു റവ ആവുകയില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് കോട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈ ചെയ്തെടുക്കാൻ സമയത്ത് മാത്രം കോട്ട് ചെയ്താൽ മതി റവയിൽ. അപ്പം ബാക്കിയുള്ള മീനൊക്കെ നമുക്കിതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. കോട്ട് ചെയ്തെടുത്ത ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ആ മസാലയിലൊക്കെ പിടിച്ചിട്ട് വല്ലാണ്ട് ഓയിലിലേക്ക് ഈ റവ ചാടിപ്പോകുമൊന്നുമില്ല. ഞാനിതുപോലെ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഷാലോ ഫ്രൈ ചെയ്താലും മതി, ഡീപ്പ് ഫ്രൈ ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ, എപ്പോഴും ഇത് ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതിലാണ് താല്പര്യം അങ്ങനെ ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് അധികം യൂസ് ചെയ്യാറ്. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും ഉൾഭാഗം കുക്കായി കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്ന് കഴിഞ്ഞ അടുത്ത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ബാംഗ്ലൂർ സ്റ്റൈൽ റെസിപ്പിയാണെന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ളത് കാസർഗോഡ് നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പുറമേക്ക് നല്ല ക്രിസ്പി, ഉള്ളിലേക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്